ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ബി.ജെ.പിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. ജാട്ട്, ദളിത്, മുസ്ലിം വോട്ട് ബാങ്കുകൾ, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ മോശം പ്രകടനവും സീറ്റുകളുടെ എണ്ണം കുറയുന്നതിൽ പ്രധാന കാരണമായിട്ടുണ്ട് എന്നതാണ് ബി.ജെ.പിയുടെ പ്രാഥമിക വിലയിരുത്തൽ. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് പാകപ്പിഴകൾ ഔദ്യോഗികമായി ബി.ജെ.പി ചർച്ച ചെയ്തിട്ടില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാരണം പാർട്ടിക്ക് ഈ 3 സംസ്ഥാനങ്ങളിലുമായി 45 സീറ്റുകളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതാണ് 300 എത്തുന്നതിൽ പോലും ബി.ജെ.പിക്ക് തടസ്സമായി നിന്നത്. 2019-ൽ യു.പിയിൽ ബി.ജെ.പി 62 സീറ്റുകൾ നേടിയിരുന്നു. എന്നാൽ ഇത്തവണ അത് 33 ചുരുങ്ങി. രാജസ്ഥാനിൽ 25 സീറ്റുകൾ ഉണ്ടായത് 14 കുറഞ്ഞു. ഹരിയാനയിൽ 10-ൽ നിന്നും 5 കുറഞ്ഞു. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള അയോധ്യയിലെ ആവേശവും മോദിയുടെ ജനപ്രീതിയും സർക്കാർ നേരിടുന്ന എല്ലാ പോരായ്മകളെയും മറികടക്കും എന്നുള്ള വിശ്വാസമാണ് ബി.ജെ.പിക്കുണ്ടായത്. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മേഖലയിൽ ഇന്ത്യ സഖ്യം കരുത്തു കാട്ടിയത്. ജാട്ട് വോട്ടുകളും കർഷക പ്രക്ഷോഭവും ഗുസ്തിക്കാരുടെ പ്രതിഷേധവുമെല്ലാം ബി.ജെ.പിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ അപ്പോഴും ബി.ജെ.പി നേതൃത്വം മനസ്സിലാക്കുന്നത് ഈ വോട്ടുകൾ നഷ്ടമായത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ബി.ജെ.പിയുടെ നയങ്ങളോടുള്ള എതിർപ്പാണ് ഈ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയത് എന്നതാണ്. രാജസ്ഥാനിലെ ജാട്ട് വോട്ടുകൾ ദീർഘകാലം കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്നതാണ്. 1999-ൽ വാജ്പേയി സർക്കാർ OBC പദവി നൽകിയതോടെയാണ് ജാട്ട് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകി തുടങ്ങിയത്. രാജ്യത്തുടനീളമുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള സംവരണ സീറ്റുകളിലും ബി.ജെ.പി കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. 84 പട്ടികജാതി സീറ്റുകളിൽ കഴിഞ്ഞ തവണ 46 സീറ്റുകൾ ബി.ജെ.പി ജയിച്ചപ്പോൾ ഇത്തവണ അത് 30 ചുരുങ്ങി. എന്നാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രം ഉണ്ടായത് ഇത്തവണ 20 ഉയർത്തുകയും ചെയ്തു. അതുപോലെ ST വിഭാഗം സീറ്റുകളിലും ബി.ജെ.പി 25 താണപ്പോൾ കോൺഗ്രസ് അത് 4-ൽ നിന്നും 12 ഉയർത്തുകയും ചെയ്തു. അടുത്തിടെ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി.ജെ.പി കരുത്തു കാട്ടിയതാണ്. എന്നാൽ ലോക്സഭയിൽ 14 സീറ്റുകളിൽ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞു. ഇങ്ങനെ ഇത്തവണ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലെയും തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല.